ഇയർപോഡും ഇയർഫോണും ചെവിയിലില്ലാത്ത ജൻസികൾ വളരെ കുറവാണ്. അങ്ങനെ ചുമ്മാ എന്തെങ്കിലും കേട്ട് നടക്കുകയൊന്നുമല്ല. വിനോദത്തിനപ്പുറം ലോകകാര്യങ്ങളും വാർത്തകളും അറിയാൻ ജെൻസി ഇന്ന് ഉപയോഗിക്കുന്നത് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്ലാറ്റ്ഫോമുകളെയാണ്. പുതിയ തലമുറയുടെ ഡിജിറ്റൽ ജീവിതത്തിലെ നിർണായകമായ ഘടകമായി മാറിയിരിക്കുകയാണ് പോഡ്കാസ്റ്റുകൾ. പോഡ്കാസ്റ്റ് ഉപഭോഗത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇതിൽ 1-2 സ്ഥാനം ചൈനയ്ക്കും US-നുമാണ്. 2020 ഇന്ത്യയിൽ പോഡ്കാസ്റ്റ് ശ്രോതാക്കളുടെ എണ്ണം പ്രതിമാസം വെറും 5.7 കോടിയായിരുന്നെങ്കിൽ നിലവിൽ ഇത് 10 കോടിയിലധികമാണ്. 2030 ഇന്ത്യൻ പോഡ്കാസ്റ്റ് വിപണി $2.6 ബില്യൺ മൂല്യമുള്ളതായി വളരുമെന്നാണ് പറയുന്നത്. വാർത്തകൾ അറിയാൻ ജൻസികളിൽ 63% പേരും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന കാലമാണിത്. എന്നാൽ ഇവർക്ക് പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ആധികാരികതയും വിശ്വാസ്യതയും കൂടുതൽ തോന്നുന്നത് പോഡ്കാസ്റ്റുകളാണത്രേ. പോഡ്കാസ്റ്റുകളുടെ സിമ്പിൾ ആൻഡ് പവർഫുൾ ശൈലിയാണ് യുവജനതയെ ആകർഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശബ്ദം മാത്രമായിരുന്ന പോഡ്കാസ്റ്റുകൾ ഇന്ന് വീഡിയോ പോഡ്കാസ്റ്റുകളായി മാറുന്നുമുണ്ട്. ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന യുവതലമുറയുടെ ഡിമാൻഡാണ് ഇതിന് കാരണം. നിലവിൽ യൂട്യൂബിൽ മാത്രം പ്രതിമാസം 100 കോടിയിലധികം ആളുകളാണ് പോഡ്കാസ്റ്റ് ഉള്ളടക്കങ്ങൾ കാണുന്നത്. ക്രൈം, ചരിത്രം, ഫിനാൻസ്, കോമഡി, പോപ്പ്, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ത്യൻ ശ്രോതാക്കൾക്കിടയിൽ ഇപ്പോഴും ജനപ്രിയമായി തുടരുന്നത്. പല ജോലികൾ ചെയ്യുന്നതിനിടയിൽ പശ്ചാത്തല ശബ്ദമായി പോഡ്കാസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയും ജൻസിക്കിടയിൽ ഇന്ന് സ്വാഭാവികമാണ്.